കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ സമരവുമായി മുന്നോട്ട് വരുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുന്നത് വരെ, രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ഈ സമരവുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളം ഇന്ന് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലെ പോലീസിനെ കുറിച്ച് കേട്ടുകേൾവിയില്ലാത്ത ആരോപണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് നടത്തുന്നത് കേരള പോലീസ്, കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് കേരള പോലീസ്, പൂരം കലക്കുന്നത് കേരള പോലീസ്, സംഘപരിവാറിന് ദാസ്യവേല ചെയ്യുന്നത് കേരള പോലീസ്. അതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നത് പിണറായി വിജയൻ തലയാണെന്നാണ്. തേങ്ങാക്കൊലയാണ്. തല ആരാണ്? കേരളത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്ത് ആരാണ്? CPM-ന്റെ തല ആരാണ്? CPM-ന്റെ തല RSS ആണ്, പിണറായി വിജയൻ അല്ല. പിണറായി വിജയന് ഒരു PR ഏജൻസി രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ PR ഏജൻസി രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ PR ഏജൻസി പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ RSS-ന് കേരളത്തിൽ ഒരു PR ഏജൻസി ഉണ്ട്. RSS-ന്റെ PR ഏജൻസിയുടെ പേരാണ്, കേരളത്തിലെ PR ഏജൻസിയുടെ പേരാണ് CPIM എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ, മകൾ, മരുമകൻ. CPM-ൽ ഇപ്പോൾ നടക്കുന്നത് കുടുംബാധിപത്യമാണ്. കിച്ചൺ ക്യാബിനറ്റാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കിച്ചൺ ക്യാബിനറ്റിനെ താഴെ ഇറക്കുന്നത് വരെ മുസ്ലിം യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മലപ്പുറം ജില്ലയെ അപമാനിക്കുക, മലപ്പുറം ജില്ലയിലാണ് അത്ര കള്ളക്കടത്ത് കൂടുതൽ, മലപ്പുറം ജില്ലയിലാണ് അത്ര അപാരപ്പണം കൂടുതൽ. ആരാ പറയുന്നത്? ഇത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് RSS ആയിരുന്നു, സംഘപരിവാറായിരുന്നു. അത് ഏറ്റെടുക്കുന്ന ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്നവരെല്ലാം മലപ്പുറം ജില്ലയിലുള്ളവരാണെന്ന് ആരാണ് പിണറായി വിജയനോട് പറഞ്ഞത്? കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായി പോയി, പക്ഷെ യാത്രക്കാർ മുഴുവൻ മലപ്പുറം ജില്ലയിലുള്ളവരാണോ? അവിടേക്ക് സ്വർണം കടത്തുന്നവർ, അവിടേക്ക് അപാരപ്പണവുമായി വരുന്നവർ, ഇതെല്ലാം മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ട് കുതിരവട്ടം ആശുപത്രി കോഴിക്കോട് ജില്ലയിലാണ്. അവിടെ ചികിത്സക്ക് വരുന്നവർ കോഴിക്കോട് ജില്ലയിലുള്ളവർ മാത്രമാണ്. കോഴിക്കോട്ടുള്ളവർ ഈ കുതിരവട്ടം ആശുപത്രിയിൽ ചികിത്സക്ക് വരുന്നവരുടെ കണക്കെടുത്ത് കോഴിക്കോട് ജില്ലയിലുള്ളവർ മുഴുവൻ ഭ്രാന്തന്മാരാണ് എന്ന് പറഞ്ഞാൽ, മാനസികാസ്വസ്ഥയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? തിരുവനന്തപുരത്ത് RCC തിരുവനന്തപുരം ജില്ലയിലാണ്. RCC-യിലേക്ക് സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ചികിത്സക്ക് പോകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കണക്കെടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എന്ന് പറഞ്ഞാൽ അത് കണക്ക് ശരിയാവോ? എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ് എന്നതുകൊണ്ട് എയർപോർട്ട് വഴി വരുന്നവരെ മുഴുവനും മലപ്പുറം ജില്ലയുടെ കണക്കിൽ വെച്ച് മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ നോക്കിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സമ്മതമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കടന്നു വന്നിട്ടുള്ളത്. പിണറായി വിജയൻ ഇപ്പൊ പറയുന്നത് അത് PR ഏജൻസിയാണെന്നാണ്. ഇത്രയും കാലം പിണറായി വിജയൻ പറഞ്ഞത് എനിക്കൊരു PR ഏജൻസി ഇല്ല എന്നാണ്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? പിണറായി വിജയനെ ഒരു PR ഏജൻസി സമീപിച്ചാൽ ആ PR ഏജൻസിയോട് കണക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നല്ലേ? എന്നാൽ ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുമ്പോൾ ഇടതുഭാഗത്തിരിക്കുന്നത് PR ഏജൻസി, വലതുഭാഗത്തിരിക്കുന്നത് PR ഏജൻസി. PR ഏജൻസിയുടെ നടുക്കിരുന്ന് അഭിമുഖം കൊടുക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. ഈ PR ഏജൻസിയെ നിയോഗിച്ചതാരാ? അത് RSS ആണ് നിയോഗിച്ചത്. കേരളത്തിൽ ഏത് തന്ത്രം പ്രയോഗിക്കണം? ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണോ? ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണോ? ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിക്കണോ? ശബരിമലയിൽ വിവാദമുണ്ടാക്കണോ? പൂരം കിടക്കണോ? ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാ? PR ഏജൻസി. PR ഏജൻസി പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഇതെല്ലാം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആർക്ക് വേണ്ടി അത് ചെയ്യുന്നത്? RSS-ന് വേണ്ടി. ഇപ്പൊ മലപ്പുറം ജില്ലക്കെതിരായി പ്രസ്താവന നടത്തണം, മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷങ്ങളെ തീവ്രവാദ ചാപ്പ കുത്തണം. ഇത് പറയുന്നത് ആരാണ്? PR ഏജൻസി. PR ഏജൻസിയെ ഉപയോഗിച്ച് കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാം, നിങ്ങൾക്ക് ആ സ്ഥാനത്ത് അധികകാലം തുടരാൻ കഴിയില്ല എന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കോ. അവസാനം മരുമകൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മരുമകനാണ് ഇപ്പൊ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്. മരുമകനല്ലാതെ വേറെ മന്ത്രിമാർ മര്യാദക്ക് വായ തുറക്കുന്നുണ്ടോ? ഒരൊറ്റ മന്ത്രിയും വായ തുറക്കില്ല. അങ്ങനെ മരുമകനും മകളുമായി ഈ നാട് ഭരിച്ച് അധികകാലം മുമ്പോട്ട് പോകാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കരുതേണ്ടതില്ല. ഞങ്ങള് ഈ സമരം നിരന്തരമായി സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ
8-ാം തീയതി നിയമസഭ സമ്മേളിക്കുമ്പോ ഞങ്ങൾ നിയമസഭയിലേക്ക് കൂടി ഒരു വരവ് വരുന്നുണ്ട്. ആ വരവ് ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കാൻ വേണ്ടിയായിരിക്കും. സംസ്ഥാനത്തെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെ യുവജന സംഘടനകളിലെ മുഴുവൻ പ്രവർത്തകരും അണിനിരക്കുന്ന അതിശക്തമായ സമരവുമായി ഞങ്ങൾ ഇനിയും കടന്നു വരും. ഇവിടെ ഈ ബാരിക്കേഡിന്റെ പുറകിൽ നിൽക്കുന്ന പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ പല പ്രകോപനം ഉണ്ടാക്കി. ഞങ്ങൾ ഈ സമരം വരുമ്പോഴേക്ക് പോലീസിന്റെ ജലപീരങ്കി, സമരം വരാൻ സമയമില്ല അപ്പോഴേക്ക് ജലപീരങ്കി. ഞങ്ങളെ പ്രവർത്തകരെ കണ്ണു നോക്കിയിട്ട് അവിടെ തല നോക്കിയിട്ട് ജലപീരങ്കി ഉപയോഗിക്കുന്ന പോലീസുകാരോട് പറഞ്ഞേക്കാം, ADGP അജിത് കുമാറും ഒരു പിണറായി വിജയനും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. 1.5 വർഷം കഴിഞ്ഞോട്ടെ ഇതിനെല്ലാം ഞങ്ങള് കണക്ക് പറഞ്ഞ് പകരം ചോദിക്കുമെന്ന് ക്രിമിനലുകളായ പോലീസുകാർ, അത് ADGP അല്ല, അതിന്റെ അപ്പുറത്തുള്ള പോലീസുകാരാണെങ്കിലും ഇതിനൊക്കെ പകരം ചോദിക്കുമെന്ന് പോലീസുകാരെ ഉണർത്തിക്കൊണ്ട് ഈ സൂചന സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ്